ആഘോഷവേളയാണ്. അപ്പോൾ ഇവിടെ പബ്ലിക് സ്കൂളിന്റെ മുറ്റത്ത് ഒരു സമ്മേളനം കൂടാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ നേരെ വിളിച്ച് നമ്മുടെ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നാണ്. കാരണം ഇന്നെന്റെ എപ്പിസോഡാണല്ലോ. പറഞ്ഞു ചേട്ടാ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ ചമൽ സിംഗിന് നമ്മളൊരു സ്വീകരണം കൊടുക്കുകയാണല്ലോ നമ്മൾ നാട്. ചമൽ ബായ്. ഇത് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടായിരുന്നു സ്വീകരണം. ഈ സ്വീകരണത്തിന് മന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നാട്ടുകാർ മൊത്തം പോയി. അത് മാത്രല്ല, നമ്മൾ സൗണ്ടിന്റെ ആള് വരെ പോയി മന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് ഫ്ലവേഴ്സിലെ അച്ഛന് നമ്മളെ വിളിക്കുന്നത്. എൻ്റെ എപ്പിസോഡ് ഇവിടെ നടക്കുന്നുണ്ട്, എന്നാൽ ആ ചടങ്ങ് ഈ എപ്പിസോഡിൽ വെച്ച് നമുക്ക് ഈ ഫ്ലോറിൽ വെച്ച് നടത്തിക്കൂടെ എന്ന് ചോദിച്ച്. അതിലധികം സന്തോഷമുണ്ട്. എന്താ അല്ല, വേറൊരു കാര്യം ഞങ്ങൾ കൈയടിക്കുന്നതിന് മുമ്പ് ഈ അശ്വതി നിരന്തരം നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ തന്നെ വിളിക്കണമെന്ന് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞതാണ് നമ്മളോട്. എന്തായാലും അടുത്തതായി അധ്യക്ഷ സ്ഥാനത്തേക്ക് അശ്വതിയെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ അറിയാലോ, ഇന്നിപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആഘോഷ പരിപാടികളിൽ യാതൊരു മുടക്കവും വരാൻ പാടില്ല, ഒരു കുറവും വരാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവരവിടെ സമ്മേളനം കൂടുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കേരളത്തിന് വേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെടുന്ന ബംഗാളി സഹോദരങ്ങൾക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഒരു പുരസ്കാരം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നമ്മുടെ ചമൻ ഭായിക്ക് കിട്ടിയിരിക്കുന്ന 10 A+കൾ. കൈയടിക്കൂ. താങ്ക് യു. അപ്പോൾ ആ ചമൻ ഭായിക്കുള്ള ഒരു സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാ ആഭാസ മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ എത്തും. നമ്മൾ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് തികച്ച് വൃത്തിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞൂടെ? അങ്ങനെ തെറ്റിച്ച് പറഞ്ഞേ, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. കുറച്ചു ദിവസമായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ വിദ്യാഭ്യാസം വരുന്നുണ്ടോന്നൊരു സംശയം. കുഴപ്പമില്ല, ഞാൻ ക്ലിയർ ചെയ്തോളാം. അല്ല, ഇവിടുത്തെ ഹെഡ്മാഷ് അല്ല, ഈ സ്കൂളിലൊരു കാര്യസ്ഥ ഉണ്ടാവുമല്ലോ. എവിടെ പോയി? മൂപ്പര് നിങ്ങൾ വരുമ്പോ പച്ച പാന്റ് ഇട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. ഈ പഞ്ചായത്തിൽ എവിടെയും പച്ച പാന്റ് കിട്ടാനില്ല. അതിനോണ്ട് ബ്ലൗസിന്റെ തുണി വാങ്ങിയിട്ട് അത് അടിക്കാൻ പോയിക്കുന്നത് 1 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന പറഞ്ഞല്ലേ. ഹെഡ്മാഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പച്ച സാരി ഉടുത്തിട്ട് ഇവിടുത്തെ ടീച്ചർമാർ നമ്മളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ലേ, ഓരോടെ പോയി. ഈ പച്ച സാരി ഉടുത്തിട്ട് ഒരുങ്ങി നിന്ന് പച്ച മുല്ലപ്പൂവൻ വേണ്ടിട്ട് എവിടെങ്കിലും കിട്ടുക പച്ച മുല്ലപ്പൂവ് കുത്തിരിക്കുന്നുണ്ട്. കഞ്ഞിപ്പൊരലിന്റെ പണങ്ങി കുത്തിരിക്കുന്ന എല്ലാം കൂടിയോ. അല്ല, നിങ്ങക്ക് ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് എടുത്താലോ? തണ്ണിമത്തന്റെ ജ്യൂസ് വേണ്ട, അത് ചോപ്പല്ലേ. ഞമ്മക്ക് പച്ച വെള്ളം മതി. ഇവിടുത്തെ വെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല. ഡെങ്കിപ്പനി പങ്കിച്ചമാറുള്ള സൂക്കട് മുഴുവൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതിന്റെ വെള്ളം മതിയടോ? സവരപ്പ്. അത് പച്ചക്കുപ്പിയിലല്ലേ, നമുക്ക് വലിയ കുഴപ്പമില്ല, അതാണ്ട് കുടിക്കുക, അതിന് വലിയ പ്രശ്നമില്ല. അല്ല, പിന്നെ വേറൊന്നുമില്ല, അല്ലാണ്ട് തുടങ്ങല്ലേ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പച്ച മനുഷ്യനാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോ നിങ്ങളെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ SSC പരീക്ഷേന്റെ റിസൾട്ട് അറിയാടോ, പെണ്ണുങ്ങളെ പേരിങ്ങനെ വിളിച്ച് പറയല്ലേ. SSC പരീക്ഷേന്റെ റിസൾട്ട് നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിച്ച് അതിൻ്റെ ഒരു ആവേശ തിമിർപ്പിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, വിദ്യാഭ്യാസം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്താണ് വിദ്യാഭ്യാസം? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വിദ്യ കൊണ്ടുള്ള ഒരഭ്യാസമാണ് വിദ്യാഭ്യാസം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ അതിന്റെ ഗുരുക്കളാണോ എന്ന് സംശയം? ആരാണോട് പോയിപ്പനിന്റെ ഇടയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് മിണ്ടാണ്ടൊക്കെ. അപ്പൊ പ്രിയമുള്ളവരെ, എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പുരോഗതികൾ നമ്മൾ കൊണ്ടുവരാണ്. ഈ SSLC പരീക്ഷേന്റെ ആദ്യകാലത്തെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? പരീക്ഷയല്ല, മെട്രിക്കുലേഷൻ എക്സാം എന്നാണ് അന്ന് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജ്ഞിയായിരുന്ന, അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന SSLC മഹാറാണി എന്ന് പറയുന്ന ആ സ്ത്രീയോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പരീക്ഷ പിന്നീട് SSLC പരീക്ഷ എന്നറിയപ്പെട്ടത്. അറിയോ? ഇതൊന്നും അറിയാണ്ടല്ല നമ്മൾ ഈ സ്ഥാനത്തിരിക്കുന്നത്.